ആ കുഞ്ഞ് ഇനി സബിയ സഹദ് എന്ന പേരിൽ വളരും. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ് രക്ഷിതാക്കളായ സഹദും ജീവിത പങ്കാളി സിയയും തങ്ങളുടെ കുഞ്ഞിന് പേരിട്ടു. കോഴിക്കോട് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്ത വർണ്ണാഭമായ ചടങ്ങിലാണ് കുഞ്ഞിന് പേര് വിളിച്ചത്. 2023 ഫെബ്രുവരി 8 രാവിലെ 9:37 ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ് ദമ്പതികൾ മാതാപിതാക്കളായത്. കൃത്യം 28 ദിവസങ്ങൾ പിന്നിടുമ്പോൾ വനിതാ ദിനത്തിന്റെ സന്ധ്യമയങ്ങിയ നേരത്ത് 7:05 മാതാപിതാക്കളായ സിയയും സഹദും ആ കുഞ്ഞിന് പേര് വിളിച്ചു. സബിയ സഹദ്. മിന്നി നിറഞ്ഞ് പ്രകാശിതമായ രാവിൽ കുഞ്ഞ് സബിയയുടെ പേര് കെട്ടിത്തൂക്കിയ ബലൂണുകളുടെ അലങ്കാരത്തോടെ വാനിലേക്കുയർന്നു. മോഡലും അഭിനേത്രിയുമായ ദിയാസന, സിനിമാ സീരിയൽ താരം റിയ ഇഷ തുടങ്ങിയവരുൾപ്പെടെ സിയയുടെയും സഹദിന്റെയും ബന്ധുക്കളും സുഹൃത്തുക്കളും സംഗമിച്ച പേരിടൽ ചടങ്ങ് കലയുടെ അരങ്ങുകൂടിയായി മാറി. മാപ്പിളപ്പാട്ടിന്റെ ശീലുകളായി വന്ന താരാട്ടുപാട്ട് കേട്ട് കുഞ്ഞു സബിയ വേദിയിലെ തൊട്ടിലിൽ പതിയെ ചായുറങ്ങി. കുഞ്ഞുറങ്ങിയ നേരത്ത് അമ്മയായ സിയ തൻ്റെ ഉള്ളിലെ നൃത്തവൈഭവവും വേദിയിൽ പുറത്തെടുത്തു. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമാണ് ഇതെന്ന് പറഞ്ഞ മാതാപിതാക്കളായ സിയയും സഹദും കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റിലെ തടസ്സങ്ങൾ അധികൃതരുടെ കനിവിനാൽ നീക്കാനാകുമെന്ന പ്രത്യാശയും കേരള വിഷൻ ന്യൂസിനോട് പ്രകടിപ്പിച്ചു. ഞങ്ങൾ രണ്ടുപേരും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി കാർഡുള്ള ട്രാൻസ് ദമ്പതിമാരാണ്, കപ്പിൾസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് നമുക്ക് മെഡിക്കൽ സൈഡിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ കിട്ടും എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. കുഞ്ഞിനെ ഇനി നന്നായി വളർത്തണം. ഈ ലോകത്തിൻ്റെ ഉയരങ്ങൾ സ്വപ്നം കാണുന്ന നല്ലൊരു മനുഷ്യനായി. അതാണ് സിയയുടെയും സഹദിൻ്റെയും ഇനിയുള്ള ആഗ്രഹങ്ങൾ. കുഞ്ഞു സബിയയുടെ പേരിടൽ ചടങ്ങിനെത്തിയ ആ നല്ല മനുഷ്യരുൾപ്പെടെ ഈ ലോകത്തെ ഒരുപാട് സുമനസ്സുകൾ അവരുടെ ആഗ്രഹ സാഫല്യത്തിനൊപ്പം നിൽക്കാൻ കൂടെയുണ്ടാകും. കളിച്ചിരികളുമായി കുഞ്ഞു സബിയയും വളരട്ടെ. സിയയുടെയും സഹദിൻ്റെയും വാത്സല്യത്തണലിൽ ഇനി കുഞ്ഞു സബിയ വളരും, ഈ ലോകത്തിന് പ്രകാശം പരത്തിക്കൊണ്ട്. ക്യാമറ പേഴ്സൺ വസീം മുഹമ്മദിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.